നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരി യൂണിറ്റി വനിതാ കോളേജ് വിദ്യാർത്ഥി തുറക്കൽ പള്ളി റോഡിൽ കോതാളത്തിൽ മൊയ്തീൻ ഷാന്റെ മകൾ റിഫാർ അഹമ്മദിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി മലബാർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഈ പ്രതിഷേധ മാർച്ച് അതിസമാധാനപരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി വാങ്ങിക്കൊടുക്കുന്നതുവരെ നാട്ടുകാർക്കൊപ്പം അത് ഞങ്ങളുടെ കൊടി മാറ്റി വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഞങ്ങളുടെ പേര് മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തില് ഈ സമര രംഗത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകരും ഉണ്ടായിരിക്കുമെന്ന് നാട്ടുകാർക്ക് അധികമായി ഞാൻ ഉറപ്പു നൽകുകയാണ്. ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണത്തിനിടയാക്കിയതെന്ന് SDPI നേതാക്കൾ ആരോപിച്ചു. ചികിത്സ തേടിയെത്തുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് ചൊറിച്ചിലിന് ചികിത്സ തേടിയെത്തിയ റിഫയോട് മഞ്ചേരി മലബാർ ആശുപത്രി ചെയ്തത്. മെഡിക്കൽ എത്തിക്സ് അറിയാത്ത ഡോക്ടർമാരും മാനേജ്മെന്റും ജീവന് വില കൽപ്പിക്കാതെ വളരെ നിസ്സാരമായി മരുന്നുപയോഗം നടത്തുന്നതും യോഗ്യതയില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരെക്കുറിച്ചും ഡോക്ടർമാർക്ക് നിശ്ചിത ടാർഗറ്റ് നൽകി രോഗികളുടെ മേൽ മരുന്ന് കുത്തിവയ്ക്കുന്നതും അന്വേഷിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മാർച്ച് ആശുപത്രി പരിസരത്ത് പോലീസ് തടഞ്ഞു. മഞ്ചേരി മണ്ഡലം SDPI പ്രസിഡന്റ് ലത്തീഫ് വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ സൈനുൽ ആബിദ് പരേറ്റ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് MP അഷ്റഫ്, ജനറൽ സെക്രട്ടറി TM അസ്ലം എന്നിവർ പ്രസംഗിച്ചു. നഗരസഭാ കൗൺസിലർ VK മുജീബ്, മൻസൂർ കൊരമ്പ, പുതുക്കൊള്ളി അലി അക്ബർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അതേസമയം രോഗാവസ്ഥയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ച ചികിത്സാ രീതികൾ കൃത്യമായി നൽകുകയും ജീവൻ രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കുകയും മാത്രമാണ് മലബാർ ആശുപത്രി ചെയ്തതെന്നും മലബാർ ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആശുപത്രി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.